ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകമാണ്. നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസിലെ 2ാമത്തെ ചാപ്റ്ററായ ആൻഡ് ഐ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് ആണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ് എന്നുള്ള ഒരു പോയമാണിത്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ പോയട്രിയുടെ അപ്രിസിയേഷൻ അഥവാ മീനിങ് ഉൾപ്പെടുന്ന നോട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. മുഴുവനായിട്ടുള്ള പോയട്രി നമ്മൾ റീഡ് ചെയ്യും, അതിൻ്റെ മീനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ അപ്രിസിയേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൻ്റെ മാത്രമല്ല, അഥവാ ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് അടങ്ങുന്ന വീഡിയോസ്, ഹോംവർക്ക് വീഡിയോസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഉത്തരങ്ങൾ അടങ്ങിയ വീഡിയോസ്, ടെസ്റ്റ് പേപ്പർ, അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ഫ്രീ ആയിട്ട്, തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്കിത് തരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. Here is an interesting poem about looking at the world in wonder and amazement. Let us read it. നമുക്കിത് വായിച്ചു നോക്കാം. And in wonder and amazement I sing. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആണ്. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസ വായിച്ചു നോക്കാം. The sky is full of the sun and the stars. The universe is full of life. Among all these and in wonder and amazement I sing. അപ്പം എന്താ പറയുന്നത്? The sky is full of the sun and the stars. ആദ്യം നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ് ആണ് ഞാൻ ഈ പറയുന്നത്. ശേഷം അപ്രിസിയേഷനിൽ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള മീനിങ് നമ്മൾ പറയും കേട്ടോ. ആകാശം സൂര്യനാലും നക്ഷത്രങ്ങളാലും നിറഞ്ഞിരിക്കുന്നു അല്ലേ. ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. പ്രപഞ്ചം മുഴുവൻ ജീവനാണ്. എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ്. ഇവയ്ക്കെല്ലാം ഇടയിൽ ഞാൻ ഒരു സ്ഥലം കണ്ടെത്തി. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. എന്താണ്? അത്ഭുതത്തോടെയും അമേസ്മെൻറ്റോടു കൂടിയും ഞാൻ പാടുന്നു. അടുത്ത സ്റ്റാൻസ നോക്കാം. ദ വേൾഡ് ഈസ് സ്വേഡ് ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്. റേസിംഗ് ആൻഡ് ഫോളിംഗ് ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. റേസിംഗ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. ദ വേൾഡ് ഈസ് സ്വേഡ് പറഞ്ഞാൽ ലോകം ആടിയുലയുന്നു. ബൈ എറ്റേണിറ്റീസ് റഷിംഗ് ടൈഡ്, അതായത് എറ്റേണിറ്റി പറഞ്ഞാൽ എറ്റേണൽ, അതായത് നശിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം. എറ്റേണിറ്റി, ആ നിത്യത, അതിൽ കുതിച്ചുയരുന്ന വേലിയേറ്റത്താൽ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഐ ഹാവ് ഫെൽറ്റ് ഇറ്റ്സ് ടഗ് ഇൻ മൈ ബ്ലഡ്. എൻ്റെ രക്തത്തിൽ അതിൻ്റെ വലിവ് ഞാൻ അനുഭവപ്പെടുന്നു എനിക്ക്. റേസിംഗ് ത്രൂ മൈ വെയിൻസ് ആൻഡ് ഇൻ വണ്ടർ, എൻ്റെ സിരകളിലൂടെ കുതിച്ചുയരുന്നു. അത്ഭുതത്തോടെ അമേസ്മെൻറ്റോടു കൂടിയും ഞാൻ പാടുന്നു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ ഇത് എന്താണെന്ന് തോന്നും. ഇത് ഞാൻ ലൈൻ ബൈ ലൈൻ മീനിങ് ആണ് പറയുന്നത്. അപ്രിസിയേഷനിൽ നമുക്കിതിൻ്റെ ഡീപ്പ് മീനിങ് നോക്കാം. While walking in the woodlands with my feet, I have touched the blades of grass. എന്താണ്? വാക്കിംഗ് ത്രൂ വുഡ്ലാൻഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശങ്ങളിൽ നടക്കുമ്പോൾ എൻ്റെ കാലുകൾ കൊണ്ട് പുൽക്കൊടികളെ സ്പർശിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ സ്റ്റാർട്ടിൽഡ് ബൈ ദ ഫ്ലവേഴ്സ് ഫ്രാഗ്രൻസ്. പൂക്കളുടെ സുഗന്ധം എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. ദേ ഹാവ് ഓൾ മാഡൺ മൈ മൈൻഡ്. അതെല്ലാം എൻ്റെ മനസ്സിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ദ ഗിഫ്റ്റ്സ് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ജോയ് ആർ സ്ട്രൂൺ ഓൾ അറൗണ്ട്. എന്താണ്? സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമ്മാനങ്ങൾ ചുറ്റും ചെതറിക്കിടക്കുന്നു. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്. അടുത്ത സ്റ്റാൻസ. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്. പ്രിക്ക്ഡ് പറഞ്ഞാൽ കുത്തിപ്പൊട്ടിക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഐ ഹാവ് പ്രിക്ക്ഡ് മൈ ഇയേഴ്സ്. ഐ ഹാവ് ഓപ്പൺഡ് മൈ ഐസ്. ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു. ഐ ഹാവ് ബേർഡ് മൈ ഹേർട്ട് ടു ദ വേൾഡ്. എൻ്റെ ഹൃദയം ലോകത്തിന് മുന്നിൽ തുറന്നു. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ നോൺ ഐ ഹാവ് സോട്ട് ദ അൺനോൺ. എന്താണ്? പരിചിതമായതിൻ്റെ നടുവിൽ എന്തോ ഒന്ന് അജ്ഞാതമായതിനെ ഞാൻ അന്വേഷിച്ചു.
ഇതെല്ലാം നമ്മുടെ ലോകത്തിലുള്ള ചുറ്റും ഉള്ള ആ ഒരു സംഭവങ്ങൾക്ക്, ആ ഒരു സംഭവമായ ജീവജാലങ്ങൾക്കും നമ്മുടെ പ്രകൃതിക്കുമിടയിൽ നമ്മുടെ ഈ ഓതർ അല്ലെങ്കിൽ ഈ കഥാകാരൻ എന്ത് ചെയ്യാണ്, അന്വേഷിക്കുകയാണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെൻറ്റ് ഐ സിങ്, വീണ്ടും അത്ഭുതത്തോടെയും ഞാൻ പാടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് ഇതിൻ്റെ ഓതർ. അദ്ദേഹത്തെക്കുറിച്ച് അറിയാലോ, 1913 നൊബേൽ പ്രൈസ് കിട്ടിയത് അല്ലേ. 1913 ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിൻ്റെ അപ്രിസിയേഷൻ ഒന്ന് നോക്കിയിട്ട് വരാം. Rabindranath Tagore's poem is a sublime expression of pantheism and the profound connection between the individual soul and the vast universe. കണ്ടല്ലോ, അതായത് നമ്മൾ ഇൻഡിവിജ്വൽ സോൾ, നമ്മളും അതായത് ഇത് എഴുതുന്ന അദ്ദേഹവും നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ്, ഈ ഒരു ഭൂമിയും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് കാണിക്കുന്നത്. ഇറ്റ് ക്യാപ്ചേഴ്സ് എ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ എക്ടസി ഡിറൈവ്ഡ് ഫ്രം എ ഡീപ്പ് സെൻസറി എൻഗേജ്മെൻറ്റ് വിത്ത് ദ നാച്ചുറൽ വേൾഡ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു കണക്ഷനാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സെൻസറി എൻഗേജ്മെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം, കണ്ണുകൾ, ചെവി, ഇതൊക്കെ അവിടെ വരുന്നുണ്ട് അല്ലേ. അതെല്ലാം ഈ നമ്മുടെ നാച്ചുറൽ വേൾഡുമായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം അതെല്ലാം തുറന്നു പിടിച്ചാണ് ഈ പ്രകൃതിയെ ആസ്വദിക്കുന്നത്, എന്തോ തിരയുന്നത്. ദ പോയം ബിഗിൻസ് വിത്ത് എ കോസ്മിക് പെർസ്പെക്റ്റീവ് അക്നോളജിങ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ആദ്യം തുടങ്ങുമ്പോൾ സണ്ണിനെയും സ്റ്റാർസിനെയും കുറിച്ച് പറയുന്നു. ആൻഡ് ദ ഇൻഫിനിറ്റ് ലൈഫ്, പിന്നെ ഇൻഫിനിറ്റ് ലൈഫിനെ കുറിച്ചും വിത്തിൻ ദ യൂണിവേഴ്സ്. Tagore's genius lies in his ability to transition seamlessly from the macrocosm to the microcosm of his own existence, ഫൈൻഡിങ് ഹിസ് യുണീക്ക് പ്ലേസ് വിത്തിൻ ദിസ് ഗ്രാൻഡ് ഡിസൈൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെല്ലാം ഇടയിൽ അദ്ദേഹത്തിൻ്റെതായുള്ള പ്ലേസ് അദ്ദേഹം തപ്പിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് ദിസ് റിയലൈസേഷൻ ഈസ് നോട്ട് വൺ ഓഫ് ഇൻസിഗ്നിഫിക്കൻസ് ബട്ട് ഓഫ് സെലിബ്രേറ്ററി ബിലോങ്ങിങ്. His appreciation is intensely physical. He doesn't just observe nature, he feels it. അദ്ദേഹം നമ്മുടെ പ്രകൃതിയെ ജസ്റ്റ് നോക്കിക്കാണുക, ഒബ്സർവ് ചെയ്യുക മാത്രമല്ല, അതിനെ അദ്ദേഹം ഫീൽ ചെയ്യുന്നുണ്ട്. ദ റഷിംഗ് ടൈഡ് ഓഫ് എറ്റേണിറ്റി ഫ്ലോസ് ത്രൂ ഹിസ് ബ്ലഡ് ആൻഡ് വെയിൻസ്. അതേ റഷിംഗ് ടൈഡ് എന്ന് പറയുമ്പോൾ, ടൈഡ് എന്ന് പറഞ്ഞാൽ വേലിയേറ്റം, വേലിയിറക്കം, അത് നമ്മൾ പറയും ടൈഡ്. ആ റഷിംഗ് ടൈഡ് എറ്റേണിറ്റി അത് അങ്ങനെ റേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബ്ലഡിലൂടെയും സിരകളിലൂടെയും ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സജസ്റ്റിംഗ് ദാറ്റ് ദ റിതം ഓഫ് ദ യൂണിവേഴ്സ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ റിതം ഓഫ് ഹിസ് ഓൺ ലൈഫ്. സെൻസറി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ദ ടച്ച് ഓഫ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, ഇതിൽ വരുന്ന സെൻസറി ഡീറ്റെയിൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ടച്ച് ഓഫ് ബ്ലേഡ്സ് ആൻഡ് ഗ്രാസ്, the flowers fragrance and the act of pricking ears emphasize a total immersion in the present moment. അതായത് ഇതെല്ലാം തുറന്നു വെച്ച് അദ്ദേഹം ഇന്നിലാണ് ജീവിക്കുന്നത്, അതെല്ലാം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. Ultimately, the poem is a tribute to the mystery of existence. By bearing his heart to both the known and the unknown, Tagore embraces the duality of life. നമ്മുടെ ഡ്യുവാലിറ്റീനെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അറിയുന്നതിൽ നമ്മൾ അറിയാത്തതിനെ തേടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. The recurring refrain, and in wonder and amazement I sing, serves as a rhythmic heartbeat, highlighting that the only appropriate response to the miracle of life is one of joyful creative expression. അപ്പോൾ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ അപ്രിസിയേഷൻ വരിക. അപ്പോൾ ഇനി നമ്മളിതിൽ പാർട്ട് 2 ക്ലാസ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും, ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം, നമ്മളെല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.